ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല 2 കിടിലൻ റെസിപ്പി ഒഴിച്ചുകറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ഞാൻ ഉണ്ടാക്കുന്ന കത്തിരിക്ക വെച്ചിട്ടാണ്. അത് കത്തിരിക്കൊക്കെ മുറിച്ച് വെള്ളത്തിലിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് നല്ല പോലെ കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/4 കപ്പ് പരിപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു വലിയ ഉള്ളിയും 2 തക്കാളി, ഒരു കൂട് വെളുത്തുള്ളിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വേണോ പരിപ്പ് വേകാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വലിയ കുക്കർ ആയതുകൊണ്ടാണ് 3 വിസിലിട്ടത്. ചെറിയ കുക്കറാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി അതിൻ്റെ എയർ മുഴുവൻ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്ന കത്തിരിക്കാനെ ഞാൻ മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ, കറണ്ട് പോകുകയാണ്, ഇടയ്ക്കിടയ്ക്ക് പോകുകയാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ഇട്ടിടുന്നു. ഞാൻ 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിതിൽ മുളക് പൊടി ഇടുന്നില്ല. എന്നിട്ട് അത് ഉപ്പ് ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ച് എടുക്കുക. കത്തിരിക്ക നല്ലപോലെ വെന്താൽ മതി, ഒരുപാട് വറ്റി വരുമൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്കിത് ഒരുപാട് കുറുക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പരിപ്പ് കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി. പിന്നെ അതിന് ശേഷം നല്ലപോലെ വെന്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് നല്ലപോലെ ഒന്ന് തൂമിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ അടുത്തത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാൽ ഇതാ ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ഒരു ബൗളിലേക്ക് ഒരു 200 ഗ്രാം തൈര് ഞാൻ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഞാൻ മിക്സ് ആക്കുന്നത് മുഴുവനൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ മല്ലിയിലയും കൂടി ഇടുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു തുണ്ട് ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും പാടെ പൊടിപ്പൊടിയായി അരിഞ്ഞത് ഇട്ട് നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് ഒരുപാട് വഴന്ന് ബ്രൗൺ കളറാകൊന്നും വേണ്ട കേട്ടോ. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം പൊടിപ്പൊടിയായി അരിഞ്ഞ കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ തൂമിച്ച ഈ മുളകിൻ്റെ മിക്സ് നമ്മളിതാ മിക്സ് ആക്കി വെച്ച തൈരും ഉരുളക്കിഴങ്ങും പാടുള്ള മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കിടിലൻ കോമ്പിനേഷനാണ്. ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് കഴിച്ച് നോക്കുക. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ 2 സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ 2 ഡിഷും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.